വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മാംഗോ സാഗോ ആണ് കേട്ടോ. ഈ മാംഗോ സാഗോ ഉണ്ടാക്കാനായി നമ്മളൊരു പഴുത്ത മാങ്ങ എടുത്തിട്ട് അതിനെ ഒന്ന് തൊലിയൊക്കെ ചെത്തി അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും പുതിയതായിട്ട് കാണുന്നവരും എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ആളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. ഇപ്പോൾ മാമ്പഴത്തിൻ്റെയൊക്കെ സീസണല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടാം കേട്ടോ, എണ്ണം കൂട്ടാം. ഞാനിന്ന് ഒന്നേ എടുക്കുന്നുള്ളൂ കേട്ടോ. മാങ്ങ അപ്പോൾ തൊലിയൊക്കെ ചെത്തി എല്ലാം ക്ലീനായി അതിനെ ഒന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് അതിനെ മിക്സിയിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇതിപ്പോൾ മാമ്പഴമൊക്കെ മുറിച്ചിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഞാനൊരു കദളിപ്പഴം കൂടി ഇടുന്നുണ്ട് കേട്ടോ. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ പഴം 1 2 ഒക്കെ കൂട്ടാം കേട്ടോ. നമ്മളൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത ശേഷം അതിലേക്ക് ഞാനൊരു കപ്പ് പാൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. തണുത്ത പാലാണ് ആഡ് ചെയ്യണത്. തിളപ്പിച്ച് ആറിയ പാലാണ് കേട്ടോ, തണുത്തത്. എന്നിട്ട് അതിനെ വീണ്ടും മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ, മാങ്ങയും പാലും എല്ലാം കൂടി. ഇപ്പം എല്ലാം നല്ലോണം അരച്ച് കഴിഞ്ഞു. അതിനെ നമ്മൾ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് കേട്ടോ. ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നേരത്തെ വെള്ളത്തിൽ കുറച്ച് സാഗോ സീഡ്സ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു 3 സ്പൂൺ എടുത്തിട്ട് ഇടുക കേട്ടോ. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്യുക, വേവിക്കുക കേട്ടോ. ഈ സാഗോ സീഡ് വേവിക്കുമ്പോൾ അതിൻ്റെ വേവ് അറിയാൻ നമ്മൾ ഇടുമ്പോൾ വന്നിട്ട് അത് നല്ല വെള്ള കളറായിരിക്കും കേട്ടോ. അത് വെന്ത് കഴിയുമ്പോൾ അതൊരു നല്ല ഒരു ഗ്ലാസ് ടൈപ്പ് പോലെ ആവും. അപ്പോൾ അത് ആയിട്ടുണ്ട് നന്നായിട്ട്. ഇനി അതിനെ ഒന്ന് തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. ഇപ്പോൾ സാഗോ നല്ലോണം തണുത്ത് കഴിഞ്ഞു. അതിനെ നമ്മൾ എടുത്ത് കുറച്ചായിട്ട് നമ്മൾ ഈ മാമ്പഴ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിക്കുക. നന്നായി യോജിപ്പിച്ച ശേഷം അതിനെ നമുക്ക് റെഫ്രിജറേറ്റർ ചെയ്യുക. അതിൻ്റെ മേലെ വന്നിട്ട് നമ്മൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. മാംഗോ പീസസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡെക്കറേറ്റ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം. ഓക്കെ. മാംഗോ പീസസ്, പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഏതൊക്കെ ഉണ്ടോ അത് മുഴുവൻ ഇട്ട് കൊടുക്കുക. നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ അതിനെ കുറച്ചുകൂടി ഒന്ന് നല്ല റിച്ച് ആക്കുക കേട്ടോ. ഞാൻ ഇന്ന് ഇതപ്പോൾ മാംഗോ പീസസ് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ, അത് മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് അതിനെ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് അതിന് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്തിട്ട് കഴിക്കുക. സോ ഇവിടെ ഒരു അടിപൊളി മാംഗോ സാഗോ തയ്യാറായിരിക്കുകയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ. അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കൂ. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ടോപ്പിംഗ് ഇടുന്നത് എല്ലാം ഒന്ന് അറിയിക്കൂ കേട്ടോ. ഇപ്പം മാംഗോ സാഗോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ സമ്മറിൽ നിങ്ങളും ഫാമിലിയുടെ കൂടെ ഇതൊക്കെ ഉണ്ടാക്കി എൻജോയ് ചെയ്യൂ. നിങ്ങൾ ഏതൊക്കെയാണ് ടോപ്പിങ്സ് ഇടണ, അല്ലെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായി എന്താ ചെയ്തത് ഇതിൽ ഒന്ന് കമൻസിൽ അറിയിക്കും കേട്ടോ. അത് വായിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. സോ ഹാപ്പി കുക്കിംഗ്.